നമസ്കാരം. സിംപ്ലി ഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും അതുപോലെ ആ സിറ്റുവേഷൻസ് എങ്ങനെയാണ് നമുക്കൊരു 5 ടിപ്സിലൂടെ അല്ലെങ്കിൽ 5 സ്റ്റെപ്സിലൂടെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലി ഫൈവ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ദ സൈക്കോളജി ഓഫ് മണി മേക്കിംഗ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് വേണ്ടത് അതിന് ചേർന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്റ്റർ ദ മണി മേക്കിംഗ് മൈൻഡ് സെറ്റ് എന്നാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ കുട്ടികളിൽ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന പൈസയൊന്നും നമുക്ക് അധികം വേണ്ട, പൈസയോടുള്ള ഒരു ആർത്തി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം പൈസ ഉണ്ടാക്കിയാൽ മതി, കഷ്ടപ്പെട്ടുണ്ടാക്കണം. ഇങ്ങനെ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ഗ്രോയിങ് അപ്പ് സ്റ്റേജിൽ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, കുറേ പൈസ വന്നാൽ നമ്മുടെ സമാധാനം പോവും, കുറേ പൈസ വന്നാൽ അത് പോകുന്ന വഴി കാണൂല. ഇങ്ങനെ കുറേ വേണ്ടാത്ത കുറേ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സോ ദ സ്റ്റെപ്പ് നമ്പർ 1 is മാസ്റ്റർ ദ മണി മേക്കിംഗ് മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രീംസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സ്ട്രീംസ് വഴി നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കുറേ അധികം പൈസ ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ ഒരു സ്ട്രീമിൽ മാത്രം ഫോക്കസ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സ്ട്രീമിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിലധികം സ്ട്രീംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്തൂടെ നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. So the step number 2 is identify multiple streams of money making. പല സ്ട്രീംസിലൂടെ പൈസ ഉണ്ടാക്കണം നമ്മൾ പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് മണി മേക്കിംഗ് ആണ് പ്രാക്ടീസിലുള്ളത്. ഒന്നെന്ന് പറയുന്ന ആക്റ്റീവ് ഇൻകവും ഒന്ന് പാസീവ് ഇൻകം. എന്താണ് ഈ ആക്റ്റീവ് ഇൻകം, എന്താണ് ഈ പാസീവ് ഇൻകം? നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് പൈസ കിട്ടുന്നതാണ് ആക്റ്റീവ് ഇൻകം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് സാലറി കിട്ടും. അത് നമ്മൾ എന്ന് ജോലി നിർത്തുന്നോ അന്ന് സാലറി നിൽക്കൂലേ, അതാണ് ആക്റ്റീവ് മണി മേക്കിംഗ് സ്ട്രീം. രണ്ടാമത്തത് പാസീവ് ആണ്. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം അതിനു വേണ്ടി ശ്രമിക്കുന്നു, പിന്നീട് അതിനെ തുടർന്ന് പല വട്ടം നമുക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു FD ഇടുന്നു, ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ FD ഇടുന്നത്, പക്ഷെ എല്ലാ വർഷവും നമുക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടും, ഇല്ലേ? അതേപോലെ നമ്മളൊരു വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കുന്നു. നമ്മൾ വീട് ഒരു പ്രാവശ്യമാണ് വെക്കുന്നത്, പക്ഷെ എല്ലാ മാസവും നമുക്ക് വാടക വരും. അപ്പൊ അതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം വർക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ പേരിൽ പൈസ കിട്ടുന്നതാണ് നമുക്ക് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആക്റ്റീവ് ഇൻകം സ്ട്രീംസും വേണം, പാസീവ് ഇൻകം സ്ട്രീംസും വേണം. ഇനി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത ശൈലിയായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുക, ഏതൊക്കെ രീതിയിലാണ് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഈ പൈസ ഉണ്ടാക്കുന്ന മൾട്ടിപ്പിൾ സ്ട്രീംസ്, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി കൂടെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി എത്ര എഫേർട്ട് ഇട്ടാലും നമുക്ക് ബോറടിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം കിട്ടുന്ന ഒരു സ്ട്രീം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യുന്ന വർക്ക് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാരലലി നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അങ്ങനെയുള്ളൊരു കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഫ്രീലാൻസിങ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ആ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കൂടുതൽ വർക്ക് വരുമ്പോൾ അത് നല്ല ചാലഞ്ചിങ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നും. പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലോ തീർച്ചയായിട്ടും വർക്ക് വരുമ്പോൾ ഇനി ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കണം. മണി ബിക്കംസ് എ ബൈ പ്രോഡക്റ്റ്. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓൾവേസ് ചൂസ് എ സ്ട്രീം ദാറ്റ് യു ലൈക്ക് ഓർ യു ലവ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളുടെ പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് ലൂസ് ചെയ്യുന്ന പല ഡ്രെയിനേഴ്സ് ഉണ്ട്. ഈ മണി ഡ്രെയിനേഴ്സിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെ എടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ.
ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു TV ചാനലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിന്യൂവലോ ഇല്ലെങ്കിൽ ഫോണിൽ വരുന്ന ആഡ് ഓൺസോ ഒക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളത് യൂസ് ചെയ്യുന്നില്ലെങ്കിലും അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ മറന്നുപോകും, അല്ലെങ്കിൽ അത് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു വിടും. അപ്പോൾ എല്ലാ മാസവും ചെറിയൊരു തുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഓരോ ഡ്രെയിനേഴ്സ് ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ മണി ഡ്രെയിനേഴ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ആ മണി ഡ്രെയിനേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഇൻകം സേഫ് ഗാർഡ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ടും യു സ്റ്റാർട്ട് മേക്കിംഗ് മണി. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഇസ് അവോയ്ഡ് മണി ഡ്രെയിനേഴ്സ്. നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന മേഖലയിൽ എങ്ങനെ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാം, എങ്ങനെ ആക്റ്റീവ് ഇൻകം ഉണ്ടാക്കാം, നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, എന്താണ്, ഇപ്പോൾ ഞാൻ പെർട്ടിക്കുലർലി ഒരു റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഞാനൊരു എംപ്ലോയി ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഓൺട്രപ്രണർ ആണ്, എനിക്ക് എങ്ങനെയാണ് പാസീവ് ഇൻകം, എന്താണ് എൻ്റെ ആക്റ്റീവ് ഇൻകം, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കൺസൾട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പൈലറ്റ് ഉണ്ട്, ChatGPT ഉണ്ട്. ഇതിനോടൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട സമയത്ത് സീക്ക് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. ഹാവ് എ നൈസ് ഡേ.